കർണാടക വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഭരണം അവസാനിക്കാൻ ഇനി മുന്നിലുള്ളത് വെറും 2 വർഷം മാത്രമാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു പൊളിച്ചെടുത്ത് കർണാടകയിൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി നിർത്തി കർണാടകയുടെ ഭരണം DK ശിവകുമാറിന് നൽകുവാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആദ്യപടി പൊട്ടിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് DK ശിവകുമാറിനെ അംഗീകരിക്കില്ല. പകരം AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയ്ക്ക് വേണ്ടി പദവി ഒഴിയാൻ തയ്യാറാണെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞു വെക്കുന്നത്. ഇതോടെ കോൺഗ്രസ് കുരുങ്ങി എന്ന് പറയേണ്ടി വരും. നിലവിൽ AICC അധ്യക്ഷ പദവിയിലാണ് ഖാർഗെയുള്ളത്. മുഖ്യമന്ത്രി പദവി രാജിവെക്കണമെന്നും പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്നുമാണ് കോൺഗ്രസ് വാഗ്ദാനം. ഇതിൽ പാതി സമ്മതമാണെന്ന് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് സന്തോഷത്തോടെ സ്വീകരിക്കാം, പക്ഷേ ഒരു കാരണവശാലും മുഖ്യമന്ത്രി പദവി DK ശിവകുമാറിന് കൈമാറില്ലെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. എന്നാൽ DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദവി നൽകാമെന്ന് നേരത്തെ ഉറപ്പു പറഞ്ഞത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. ഈ വാക്കു പാലിക്കണമെന്ന് നിലവിൽ കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് മാരത്തോൺ ചർച്ചകൾ നടക്കുമ്പോൾ അന്തിമ തീരുമാനം എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പാർട്ടിയും കർണാടകയിലെ വോട്ടർമാരുമെന്ന് കാണാം. സാധാരണ കൂടിക്കാഴ്ചയെന്ന് പാർട്ടി പറയുമ്പോഴും കർണാടകയിൽ അധികാരമാറ്റത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ മാറാൻ തയ്യാറായാൽ ബീഹാർ മോഡൽ തന്ത്രം കോൺഗ്രസ് പരീക്ഷിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ സാധ്യത നടപ്പിലായാൽ അത് ബീഹാർ മോഡൽ തന്ത്രത്തിന്റെ ആവർത്തനമാകും. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതോടെ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകുകയും നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാറിനെ ബീഹാറിൽ ആരോഗ്യമന്ത്രിയാക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭാ സീറ്റ് സിദ്ധരാമയ്യ സ്വീകരിക്കാൻ തയ്യാറായാലും DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹം തയ്യാറാകില്ലെന്നാണ് വിവരം. അങ്ങനെയുണ്ടായാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ സമവായ സ്ഥാനാർത്ഥിയായി കർണാടകയിൽ മുഖ്യമന്ത്രിയാക്കണമെന്ന് സിദ്ധരാമയ്യ വിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഡീൽ നടക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് KC വേണുഗോപാൽ വരുമെന്ന വാർത്തകളും അന്തരീക്ഷത്തിലുണ്ട്. കർണാടകയിലെ അധികാര കൈമാറ്റത്തോട് KC വേണുഗോപാലിനും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയ്ക്കും അനുകൂല നിലപാടാണുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് കാര്യമായി DK ശിവകുമാർ പ്രതികരിച്ചിട്ടില്ല. ജാതി സമവാക്യങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന കർണാടകയിൽ ദളിത് സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണമെന്നാണ് സിദ്ധരാമയ്യയുടെ ആവശ്യം. അതേസമയം ജാതിക്കാർഡ് ഇറക്കിയുള്ള കളിയിൽ നിന്ന് സിദ്ധരാമയ്യ പിന്തിരിയണമെന്നാണ് പറയാനുള്ളത്. DK ശിവകുമാർ ജനപ്രീതിയുള്ള നേതാവാണ്. VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത വേദിയിൽ DK ശിവകുമാറിന് ലഭിച്ച സ്വീകാര്യത നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ പോലും ഏറെ ആരാധകരുള്ള DKയുടെ ജനപ്രീതി ജാതി സമവാക്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. ആടുകളെ മേയ്ക്കേണ്ടവൻ മുഖ്യമന്ത്രിയായത് പ്രബല വിഭാഗങ്ങളുടെ രോഷത്തിന് കാരണമായി എന്ന് പലകുറി സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തനിക്കെതിരെയുള്ള പല ആക്രമണങ്ങളും ആരോപണങ്ങളും തന്റെ ജന്മജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഒരു ഇടയ സമുദായത്തിൽ നിന്ന് സാമ്പത്തിക വിദഗ്ധരുമായ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ഒന്നിലധികം സംസ്ഥാന ബജറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്ത തന്റെ യാത്ര എതിരാളികൾക്കിടയിൽ വെറുപ്പും അസൂയയും ഉളവാക്കിയെന്നും തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വഴിതെളിക്കുമെന്നുമാണ് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നത്. തനിക്കുണ്ടായ അധിക്ഷേപത്തിന്റെ യാതനകളെ ചൂണ്ടിക്കാട്ടി ജാതിക്കാർഡ് ഇറക്കി കളിക്കുകയാണ് സിദ്ധരാമയ്യ എന്ന വിമർശനം നാൾക്ക് നാൾ കർണാടകയിൽ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്.